ഹലോ കൂട്ടുകാരെ, രേണു സുധിയുടെ പുതിയൊരു വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാനും കണ്ടു. 3-4 ദിവസമായിട്ടുള്ളതാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പുതിയ ബ്രസ്റ്റ്, അത് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിപ്പോൾ ഏതാണ്ട് 3rd സ്റ്റേജിലെത്തി എന്നാണ് പറയുന്നത്. പുള്ളിക്കാരി അത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലോജിക് ബേസ്ഡ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതേപറ്റി നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലെന്നേ. കാരണം അതൊക്കെ കുറച്ച് മെഡിക്കൽ ടേംസായിട്ട് ഭയങ്കര കണക്റ്റഡുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു 10% ഒക്കെ വർക്കിംഗ് ആവുന്നൊരു കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട. പക്ഷെ ഞാൻ ഇപ്പോൾ പുള്ളിക്കാരിയോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടാണോ ഇത്രയും വെറുപ്പീര് മൊത്തം നടത്തിയത്? കിച്ചുവിനെ അവർ വെറുപ്പിച്ചു. തനിക്കൊരു അസുഖമാണെന്ന് അറിയുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളാണെന്ന് അറിയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? മാക്സിമം ആൾക്കാരെ അടുപ്പിച്ച് നിർത്താൻ നോക്കും, അല്ലേ? ഒരിക്കലും വെറുപ്പിക്കാൻ നോക്കിയല്ല. കാരണം നമുക്ക് അങ്ങോട്ട് ഡേ ബൈ ഡേ കാര്യങ്ങൾക്ക് നമുക്കൊരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. ഇവിടെ ഇപ്പം സുധിച്ചേട്ടൻ മരിച്ച സ്ഥിതിക്ക് തനിക്കൊരു സപ്പോർട്ട് വേണ്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ കിച്ചുവിൻ്റെ അടുത്തു നിന്നൊക്കെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അറിഞ്ഞിട്ടാണോ ഈ കുന്തളിപ്പെല്ലാം കുന്തളിച്ചേ? അതിൻ്റെ ഒരു ചോദ്യം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഓർക്കുന്നുണ്ടോ ഈടാ പറ്റിപ്പോയി എന്ന്? കാരണം ഞാൻ ഒരിക്കലും നിങ്ങളുടെ അസുഖത്തിൽ ചിരിക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രമേ ഞാൻ ചിരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ മാത്രമേ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അസുഖം വന്നതിൽ എനിക്ക് ഒരുപാട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അതിനകത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ, അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ഓപ്പറേഷൻ വേണ്ടി വരും, അതുപോലെ തന്നെ കീമോ വേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾക്കറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ ഒരു പനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെയല്ല ഒരു ക്യാൻസറിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഭയങ്കര പെയിൻഫുള്ളാണ്. ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. നമ്മുടെ ഈ ഞരമ്പിലൂടെ ഇങ്ങനെ ആ ഒരു കീമോ കയറ്റുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വെയിൻ ഡെഡ് ആവും. കീമോ പോകുന്ന വെയിൻ, അതായത് കീമോ പോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഒരു സെൻട്രൽ വെയിൻ ഉണ്ട്. ആ സെൻട്രൽ വെയിനിലൊക്കെ ഡയറക്റ്റ് നമ്മൾ പിന്നെ എന്തോ പറയുക ക്യാത്തൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യണം. അതല്ല ഇവിടെ കുത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വെയിനൊക്കെ എന്താ പറ്റുമെന്നറിയാമോ? ഡെഡായി പോകും. അപ്പം ആ മരുന്ന് കയറുമ്പോൾ ഉള്ള വേദന അത് ഭയങ്കരമാണ്. പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തലയിൽ മുടി പൊഴിയാൻ തുടങ്ങും. ഇതൊക്കെ നമ്മളെ നമ്മൾ അത്ര മെൻ്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും പേഴ്സണലി നമ്മൾ ഒട്ടും സ്ട്രോങ് ആവില്ല. നമ്മൾ ഡേ ബൈ ഡേ എന്താവും, നമ്മൾ ഭയങ്കരമായിട്ട് ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തട്ടില്ല. നമ്മൾ ഡിപ്രഷൻ മൂടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ എത്തിപ്പോവും. അപ്പം ആ ഒരു സിറ്റുവേഷൻ തനിക്കുണ്ടാവുമെന്നും തനിക്കറിയാം. എന്നിട്ടാണോ താൻ കിച്ചുവിനെ പിണക്കി നിർത്തിയത്? കാരണം കിച്ചു പോയി, അവൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ സൈഡും കൂടി നിന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ചെറുതൊന്നും ആയിരുന്നില്ല താൻ. അത്രയും കോപ്രായം കാണിച്ചു കൂട്ടിയാൽ തന്നെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ ഈ കുട്ടീനെ എന്തുമാത്രം പരിഹസിച്ചു, മറ്റുള്ളവരുടെ മുന്നിൽ മുഖം കാണിക്കണം. ഇപ്പം താനും തൻ്റെ ഭർത്താവായ ശ്രുതി ഉള്ളപ്പോൾ തന്നെ ആ കുട്ടി എന്തുമാത്രം അനുഭവിച്ചു. ഇതൊക്കെ ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടീനെ നിങ്ങൾ വെറുപ്പിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സമ്പാദിച്ചു കൂട്ടുന്ന ഓരോന്നും ആർക്കാണ്? ഋതപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയണേ. നമുക്ക് എന്തെങ്കിലും പറ്റിയ ശേഷം ആ എമൗണ്ട് ഋതപ്പിന് കിട്ടുമോ? അപ്പോൾ ഒരിക്കൽ പോലും ആ സമ്പാദിക്കുന്ന പൈസ ഋതപ്പനായിട്ട് കിട്ടില്ല. ഋതപ്പനെ നോക്കുന്നവരാണല്ലോ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം 100% അതിൻ്റെ ഒരു പങ്ക് മാത്രമേ ആ കുഞ്ഞിന് കിട്ടാൻ പോകുന്നുള്ളൂ. അതൊക്കെ തീർന്നു കഴിഞ്ഞ് ആ അക്കൗണ്ട് ഫുള്ള് കാലിയായി കഴിഞ്ഞ് മാത്രമേ ഋതപ്പന് കിച്ചുവിൻ്റെ കയ്യിലും കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. തനിക്ക് പൈസ ഉണ്ടാക്കാൻ ഇത് മാത്രമല്ലായിരുന്നല്ലോ മാർഗങ്ങൾ. നേരെ ചൊവ്വിനെ എന്തിനു പറയണം, ആ ഒരു പുള്ളി മരിച്ച ആ സമയത്ത് ആ ഒരു ലേബലിൽ തന്നെ പോവായിരുന്നുണ്ടെങ്കിൽ മിനി സ്ക്രീൻ, അതായത് TV സീരിയലൊക്കെ തനിക്ക് എൻട്രി കിട്ടിയേനായിരുന്നു. കാരണം അത്രത്തോളം ആൾക്കാർക്കൊരു സഹതാപം ഉണ്ടായിരുന്നു. അപ്പോൾ 100% ആൾക്കാർ നിങ്ങൾക്ക് അതിനൊരു വഴി കണ്ടെത്തുന്നതിന്. പക്ഷെ എന്തിനു പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് വരെ നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്തതാണ്. നിങ്ങൾക്ക് അതൊന്നും പറ്റുകയില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ആ ഒരു വഴിയായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, മൊത്തം ആൾക്കാരെ അങ്ങ് വെറുപ്പിച്ച് വെച്ചു. ആണോ? ഇപ്പം ഇനി ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് വയ്യാണ്ടായി ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കും? ആരും സഹായിക്കില്ല. ഞാൻ റിയാലിറ്റിയാണ് പറയണേ രേണുസുതി. അല്ലെങ്കിൽ അയ്യോ രേണുസുതിക്ക് ഇങ്ങനെ വന്നപ്പോൾ പറയുന്ന കണ്ടോ, ഒരു മനസ്സാക്ഷി ഇല്ലല്ലോ എന്നല്ല. അങ്ങനെ വന്നതിൽ വിഷമമുണ്ട്, മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. രേണുസുതിനെ ഒരു മനുഷ്യരെ സഹായിക്കില്ല നേരെ ചൊവ്വേ. കാരണം എന്താ, സഹായിച്ചവരെയൊക്കെ തിരിഞ്ഞ് ആട്ടി കുത്തി തുപ്പി നാട്ടിച്ചവരാ നിങ്ങൾ, അല്ലേ? ഒരു വീട് സ്ഥലം തന്നു, ആ പാവം പിടിച്ച അച്ഛൻ അനുഭവിക്കാത്ത ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു വീട് വെച്ച് തന്നു ഫിറോസ് എന്ന് പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ഷൻ ആൾക്കാർ.
അയാള് കേൾക്കാത്തൊന്ന് അയാളെ ആട്ടിത്തുപ്പി. അതിൻ്റെ ഇടയ്ക്ക് വന്നു നമ്മുടെ മറുനാടൻ ഷാജി, ഞാനാണ് എന്തുവാണ് മധുര വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞു അയാളെ ആട്ടി വിട്ടു. അങ്ങനെ എന്തോ പറയുക. അത് കഴിഞ്ഞ് കൂടെ നിർത്തേണ്ട ആളായിരുന്നു കിച്ചു, അതിനെയും വെറുപ്പിച്ചകറ്റി. എത്ര പേരുണ്ട് കൂടെ? എത്ര പേരുണ്ട്? 10 പേര് 7 പേരും തങ്ങളെ വെറുത്തവരാ നിങ്ങളെ. ബാക്കി 3 പേരെ നിങ്ങളുടെ കൂടെയുള്ളൂ. ഈ 3 പേരെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കിടന്ന് മോളെ മൊത്തം ചക്കട എന്നൊക്കെ വിളിച്ചത് കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളും ഉള്ളൂ. എത്ര പേര് നിങ്ങളെ സഹായിക്കും? നിങ്ങളുടെ ഈ ബാങ്ക് ബാലൻസ് തീർന്നു കഴിയുമ്പോൾ എത്ര പേര് നിങ്ങളെ സഹായിക്കും? വയ്യാതെ കീമോ എടുത്ത് വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുന്ന നിങ്ങൾ വീണ്ടും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമോ? അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? ഇപ്പൊ തന്നെ അലത്തന്നെ മെലിഞ്ഞുണങ്ങി ഒരുമാതിരി എന്താ പറയാ, കാറ്റത്ത് പറന്നു വന്ന തുമ്പിയെ പോലെ ഇരിക്കുകയല്ലേ. അപ്പോൾ പറ്റുമോ? പോട്ടെ, സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പുതിയൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ആൾക്കാരെ കാണിച്ചു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടിച്ചു തുള്ളി വരുന്നത്. അവിടെ അത് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും വരാനൊന്നും പോകുന്നില്ല. വല്ല സഹതാപം മൂത്ത് വല്ല കുറച്ച് ആൾക്കാർ വന്നാലേ അത് എത്ര നാൾ? 1 മന്ത് എടുക്കും. ആ 1 മന്തിൽ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും തോന്നിയില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും കിട്ടിയില്ലെങ്കിൽ തീർന്നു. അവരവരെ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് അങ്ങ് പോകും. അപ്പം എന്താ പറയുക, നമ്മൾ പണ്ടുള്ള ആൾക്കാർ താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. പക്ഷെ എവിടെ എത്തേണ്ടി വന്നു? വീണ്ടും ബാക്ക് ടു താഴെ എത്തേണ്ടി വന്നു. വീണ്ടും ഇപ്പം ഭയങ്കര സങ്കടത്തോടെ, ഭയങ്കര ദയനീയ അവസ്ഥയിൽ, സംസാരത്തിലൊക്കെ എന്ത് പാവമായിട്ടാണ് ഇങ്ങനെ എനിക്ക് വയ്യ, ക്യാൻസർ ആയിരുന്നു, ഒരു അഹങ്കാരം ആ ഒരു വാക്കുകൾ തോന്നിയിട്ടില്ല. ഒന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇപ്പം ഈ മുഖം കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ? അതിന് 3/4 ആൾക്കാർ നിനക്ക് ഇങ്ങനെ പറഞ്ഞൂടി, നീ കാണിച്ചതിൻ്റെ ആടി ഇത് തന്നെ കിട്ടണൂടി, ഇതൊക്കെ പറയുള്ളൂ. അതിനുള്ള വഴി ആരെ വെട്ടിക്കൊടുത്ത? നിങ്ങൾ തന്നെ വെട്ടിക്കൊടുത്ത. നല്ല വൃത്തിയായിട്ട് വഴി വെട്ടിയത് മാത്രമല്ല, ടാറിട്ട് മെനക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം പോലെ പറയും. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞു പോയതൊന്നും ചകഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ ഒരു കാര്യമൊന്നുമില്ല. ഇനിയിപ്പം കഴിഞ്ഞ ദിവസം വന്ന് ഇൻ്റർവ്യൂ കൊടുത്ത ആ ഒരു മനോഭാവത്തോടെ മുന്നോട്ട് നീങ്ങുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സോറി പറയുക, ക്ഷമ ചോദിക്കുക ആൾക്കാരോട്. അല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ ഈ ഇത്രയും നാളും കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് ബാക്ക് ടു നോർമലിലേക്ക് എത്തുക. മാപ്പ് നാട്ടുകാരോട് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, കിച്ചുവിനോട് പറയുക. ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ. അല്ലാണ്ട് അമ്മമാർ വലിയ മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞു തന്നെ, അമ്മയുടെ സ്ഥാനമാണ് മാപ്പ് പറയണമെന്നിട്ട് ഞാൻ പറഞ്ഞില്ല. കാരണം അവിടെ അത് ഈഗോ ഉള്ള ഒരു കാര്യമാണത്. പക്ഷെ ആ കൊച്ചിനുണ്ടായ വേദന അത് മനസ്സിലാക്കി ഒരു സോറി പറയുന്നത് നല്ലതായിരിക്കും. ആ കുഞ്ഞിനെ കൂടെ നിർത്താൻ ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ഋതപ്പന് ആ കിച്ചു ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. കാര്യം നിങ്ങളുടെ തങ്കച്ചൻ ചേട്ടനും ഇവരുടെയൊക്കെ തനി ഗുണം എല്ലാവരും കണ്ടത്. അപ്പം ആ കൊച്ചിൻ്റെ ഭാവി എന്താവും എന്നുള്ളത് ദൈവം തമ്പുരാനറിയാം. അപ്പം രേണു, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ, ദൈവം രക്ഷിക്കട്ടെ, എല്ലാ പീഡകളിൽ നിന്നും നീ മുക്തി നേടട്ടെ, അസുഖം എല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. എന്നിട്ട് നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ സീരിയലൊക്കെ അഭിനയിക്കുക, പറ്റുമെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കുക. കാരണം തൻ്റെ ഭാഷണം അതാണെന്ന് താൻ ഓൾറെഡി പണ്ടെപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല രീതിയിൽ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുക. ഈ സബ്സ്ക്രിപ്ഷനൊക്കെ നല്ല ചെയ്തു, തൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ തൻ്റെ ആ ഒരു പഴയ അഴിഞ്ഞാട്ടവും പരിപാടി അതൊക്കെ നിർത്തുക. ഇത്രയേ ഉള്ളൂ. ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ, ദൈവം രക്ഷിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ കൂടെ ഉൾപ്പെടുത്തിക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിലും രേണുവിനെ ഉൾപ്പെടുത്തുക. ഋതപ്പന് വേണ്ടി എല്ലാ അസുഖവും മാറി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. ദൈവം കൂടെ ഉണ്ടാവട്ടെ.